അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ, വീഡിയോ ഓണാണോ? അല്ല, വേറൊന്നല്ല, ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ കാണുന്നില്ല കേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഷോപ്പിംഗ് കാണിച്ചു, അപ്പോൾ അതേപോലെ നമ്മൾ ഏത് ഡ്രസ്സ് കൂടെ കാണിക്കാൻ വിചാരിച്ചു. വലിയ സംഭവമായിട്ടൊന്നും കാണിക്കില്ല, ചെറുതായിട്ട് കാണിക്കണേ ഉള്ളൂ. കാരണം ഏതിൻ്റെ വ്ളോഗ് വേറെ എടുക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഡ്രസ്സൊക്കെ കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ഇന്ന് 2-3 വീഡിയോ എടുക്കണം. കാരണം ഇത്രയും ദിവസം കുറച്ച് സ്ഥലത്ത് പോകാനുള്ളതും തിരക്കൊക്കെ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടുമില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇന്നൊരു 2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കാണിക്കാം. വേഗവും പെട്ടെന്ന് ഒന്ന് തന്നെയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അയാന്റെയും സിദ്ധാന്റെയും ഡ്രസ്സാണ് ഫസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളുടെ ഡ്രസ്സ് കാണിച്ചു തരാം. മക്കൾക്ക് വന്നിട്ട് നമ്മൾ എപ്പോഴും കഴിയണതും രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാൻ തന്നെ കേട്ടോ നോക്കില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. ബർത്ത്ഡേക്കും ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പോൾ സിദ്ധാനും അയാനും നമ്മൾ ഷർട്ടും അതേപോലെ ജീൻസും ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ സിദ്ധാന്റെ ഡ്രസ്സാണ് ഇത്. ഹലോ. അപ്പൊ ഇതാണ് സിദ്ധാന്റെ ഡ്രസ്സ് വന്നിട്ട്. എനിക്ക് തോന്നുന്നത് സിദ്ധാന്റെ തന്നെയാണെന്ന്, സൈസ് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അയാന്റെ ഡ്രസ്സ് വന്നിട്ട്. ഷർട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഒരേപോലത്തെ ഷർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മാച്ചായിട്ട് നമ്മൾ ഒരു 2 ജീൻസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ജീൻസ് ഇതാണ്. ഇത് സിദ്ധാന്റെ, ഇത് ഏതാണോ സിദ്ധാൻ്റെത്? ഇതിലെന്തായാലും ഒന്ന് സിദ്ധാന്റെ ഒന്ന് അയാൻ്റെതും ആണ് കേട്ടോ. അപ്പൊ അതാണ് മക്കൾക്ക് എടുത്ത ഡ്രസ്സ്. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഇക്കാക്കൻ്റെ ഡ്രസ്സ് കാണിച്ചുതരാം കേസ്. അതൊക്കെ പെട്ടെന്ന് കഴിയും, അതുകൊണ്ടാണ്. അപ്പോൾ ഇക്കാക്കൻ്റെ ഡ്രസ്സ് പറയുമ്പോൾ ഒന്നല്ല കേസ്, 1 2 3 ഷർട്ടാണ് ഓൺ എടുത്തിട്ടുള്ളത്. പൈസക്കാര്. ഓക്കെ, അല്ല മാമൻ്റെ അയാൻ്റെ ഡ്രസ്സ് മാമ കാണിച്ചല്ലോ. ഓക്കെ, അപ്പോൾ അയാൻ്റെ മാമൻ്റെ ഡ്രസ്സാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് കേസ് ഇതാണ് കേസ്, ഒരു മുന്തിരി കളറ് ഷർട്ടൊന്നും പിന്നെ കാര്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളറ്. ഇത് ഏത് കളറാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ കളറിന്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ മോനെ, എവിടെയുള്ളത്? പിന്നെ എല്ലാവരെ പോലെ തന്നെ എല്ലാത്തിനും കൂടി ഒരൊറ്റ പാൻറ് എടുത്തിട്ടുണ്ട്. അതാണ് ഈ പാൻറ്. അത് മതിയല്ലോ, സ്വാഭാവികം. ചെക്കന്മാരെല്ലാവരും അകത്തട്ടാണ്. ഇപ്പൊ ഉസ്മാന്റെ കാര്യത്തിലാണെങ്കിലും ഉസ്മാൻ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്, 2 ടീഷർട്ടും എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ഒരൊറ്റ പാൻറ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ വേറൊരു ഷർട്ടാണ്. ഈ ഒരു ബേജ് കളറാണോ, ഓഫ് വൈറ്റ് കളറാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഈ കളറ് ആണ് എടുത്തത് കേട്ടോ, 3ാമത്തെ ഷർട്ട്. അപ്പൊ അത് അങ്ങനെ. ഇനി ഞാൻ ഉപ്പാക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരാം. അതിപ്പോ എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഉപ്പാന്റെ ഡ്രസ്സ് വന്നിട്ട്. ഈ ഒരു കളറാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു സ്കൈ ബ്ലൂ കളറ്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു തുണിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ഉമ്മാക്കും അതേപോലെ എത്താത്തക്കും പിന്നെ മമ്മിക്കും ഓരോ നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ നൈറ്റി കാണിച്ചു തരാം. ഇതിപ്പോ ആർക്ക് എടുത്തെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഇത് ആർക്ക് വേണം എന്നുള്ളത് ഓര് തീരുമാനിച്ചോട്ടെ. അപ്പൊ അങ്ങനെ. അപ്പൊ ഈ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കളർ വന്നിട്ട് ഇതാണ് കേസ് നൈറ്റി. ഓക്കെ, ഫസ്റ്റത്തെ കളറ് ഈ നൈറ്റിയാണ്. പിന്നത്തെ കളറ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ നൈറ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ, ഭയങ്കര യെല്ലോ അല്ല, ഒരു ചെറിയൊരു യെല്ലോ. പിന്നെ ഒരു ഗ്രീൻ, ഇത് ഗ്രീൻ ബ്ലൂ ഒക്കെ പറയാം. അപ്പൊ ഈ ഒരു നൈറ്റി. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഉമ്മാക്കും ഇത്താത്തൊക്കെ എടുത്തത്. അപ്പോൾ ഓർക്ക് ഏത് വേണമെന്നുള്ളത് ഒരു 2 തീരുമാനിച്ചിട്ട് ഒരു പെരുന്നാൾ കുളിച്ചിട്ട് ഇടും. പിന്നെ ഞാൻ മമ്മിക്ക് ഒരു നൈറ്റി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കൊടുക്കാം. അതും ഉസ്മാൻ വന്നിട്ട് പോയപ്പോൾ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ പെരുന്നാളിനാണ് ഉസ്മാൻ വരിക, അപ്പോൾ ഉസ്മാൻ അത് കൊണ്ടുപോയി. അതേപോലെ തന്നെ ഞാൻ ഡാഡിക്ക് ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ഡാഡിക്ക് ഷർട്ട് എടുത്തിട്ടില്ല, കാരണം ഷർട്ട് എടുക്കാത്ത കാരണം വേറെ ഒന്നല്ല, ഡാഡി ഷർട്ട് ഞാൻ അങ്ങനെയല്ല, പുതിയ ഷർട്ടൊന്നും ഡാഡി ഇടൂല. ഉസ്മാന്റെ ഷർട്ടാണ് ഡാഡി ഇടല്. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതാണ് ഉസ്മാൻ എടുത്തിട്ടുള്ള 2 ഷർട്ട് കേട്ടോ. ടീഷർട്ടിന്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല, അപ്പൊ ഷർട്ടിന്റെ വീഡിയോ മാത്രം കാണിച്ചു തരാം. ഈ ഒരു 2 കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മമ്മിക്ക് ഞാൻ 2 മാക്സി എടുത്തിട്ടുണ്ട്. മമ്മി ബനിയൻ ക്ലോത്തിന്റെ മാക്സിയാണ് കേട്ടോ ഇടുക. അപ്പോൾ ബനിയൻ ക്ലോത്തിന്റെ മാക്സി മമ്മിക്ക് 2 എടുത്തു. പിന്നെ ഡാഡിക്ക് ഇല്ലാത്തൊരു കളറ് കരയുള്ള ഒരു തുണി കൂടെ വാങ്ങി. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെന്താ
അപ്പൊ അങ്ങനെ ഇനി ഞാന് ഇന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. എന്റെ ഡ്രസ്സൊക്കെ ഒരു കഥയാണ് കേസ്. അപ്പോ ഇതാണ് കേസ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ടോപ്പ് വന്നിട്ട്. ഒരു ബ്രൗൺ ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോള്. ഞാൻ മൾട്ടി കളറായിട്ടാണ് എടുത്തത്, മൂന്ന് കളറാണ്. പിന്നെ ഇതാ ഒരു ഷോള്, പിന്നെ അതിന് ഒരു ബാഗി എന്നല്ലേ പറയാ, ബാഗി. ഞാൻ ആദ്യമായിട്ടോ ഈ സാധനമൊക്കെ എടുക്കുന്നത്. അപ്പൊ അത് അതിനെ പറ്റി ഒരു ബേജ് കളർ ജീൻസ് അല്ലെങ്കിൽ ബാഗി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ടൊക്കെ ഇൻഷാല്ലാ പെരുന്നാളിന് കാണാം. എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ, ഞാൻ മറന്നു. ആ ജീൻസ് ഒന്ന് കട്ട് ചെയ്യണം. ജീൻസ് അല്ലേ, ബാഗി തന്നെയാണ് ജീൻസ്. എനിക്ക് ഇതിനെപ്പറ്റൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. ഇട്ടിട്ട് ഞാൻ മറച്ച് വെച്ചേക്കും. ഇതൊന്ന് തിരിച്ചിട്ടോ കേട്ടോ. ഓക്കെ, ഇല്ല ഏത് ഇതാണ് എടുത്തുള്ളൂ. ഇതെടുത്ത് അത് ഞാൻ എടുത്തില്ല. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഒരു കോട്ടന്റെ ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഓൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എടുത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേസ്. ഇതിന് ഞാൻ പാൻറ് വാങ്ങിയിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ പാൻറ് ഉണ്ട്. അപ്പം ഞാൻ വെറുതെ വാങ്ങിക്കൂട്ടുണ്ടല്ലോ, അപ്പോൾ ആ പാൻറ് ഇടാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഇത്താത്തൻ്റെ ഡ്രസ്സാണ് ഇത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത്താത്തൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. അപ്പൊ ഇതാണ് താത്തിന്റെ ഡ്രസ്സ് വന്നിട്ട് കേട്ടോ. ഓക്കെ, അതിന്റെ പാൻറ് ഇതേപോലെ അതിന്റെ ഷോള്. അപ്പോൾ അങ്ങനെ ഇനി എന്താ കാണിക്കാനുള്ള ഇനി ഞാനൊരു ഷൂ എടുത്തിട്ടുണ്ട് ഗൈസ്. കുറെ ആയി ഞാൻ ഷൂ എടുത്തിട്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ചെരുപ്പിലോട്ട് അങ്ങോട്ട് നീങ്ങിപ്പോയിണ്ടായിരുന്നു. ഷൂ എടുക്കൽ കുറവേനു കേട്ടോ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു ഷൂ അങ്ങോട്ട് ഇട്ടേറ്റോ. അതാണ് ഇത്. ഓക്കെ, സൈഡ് അടിക്കണം, സൈഡ്. ഓക്കെ, അപ്പൊ ഈ ഷൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ ഈദ് ഡ്രസ്സുകൾ. ഇൻഷാല്ലാ ഇനിയിപ്പോൾ പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് മഞ്ചായിട്ട് നമുക്ക് വ്ളോഗൊക്കെ എടുത്തിട്ട് കാണാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ പോയി എടുക്കട്ടെ. അപ്പം എന്തായാലും ബൈ, സീ യു.